ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡെസിമൽ ടു ഒക്ടലും ഡെസിമൽ ടു ഹെക്സാഡെസിമലും കൺവേർഷനാണ് കാണാൻ പോകുന്നത്. നമ്മൾ ആദ്യം ഡെസിമൽ ടു ഒക്ടൽ കൺവേർഷൻ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മൾ ഡെസിമൽ ടു ബൈനറി എങ്ങനെയാണ് കൺവേർട്ട് ചെയ്തത്? റിപ്പീറ്റഡ് ഡിവിഷൻ മെത്തഡ് ഉപയോഗിച്ചിട്ടാണ് കൺവേർട്ട് ചെയ്തത്. റിപ്പീറ്റഡ് ഡിവിഷൻ എന്തുകൊണ്ടാണ് റിപ്പീറ്റഡ് ഡിവിഷൻ ചെയ്തത്? നമ്മൾ 2 കൊണ്ടാണ് റിപ്പീറ്റഡ് ഡിവിഷൻ ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡെസിമൽ ടു ഒക്ടൽ ചെയ്യുമ്പോൾ അതേ രീതി തന്നെയാണ്, പക്ഷേ നമ്മുടെ റിപ്പീറ്റഡ് ഡിവിഷൻ എന്തുകൊണ്ടാണ് ചെയ്യുക? 8 കൊണ്ടാണ് റിപ്പീറ്റഡ് ഡിവിഷൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഈ പ്രോബ്ലം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 125 എന്നുള്ളത് ഡെസിമലിലുള്ളത് നമ്മൾ ഒക്ടലിലേക്ക് മാറ്റാൻ പോവാണ്. അപ്പോൾ ഇതിൽ ജസ്റ്റ് അതിന് മുമ്പൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക. ദ മെത്തഡ് ഓഫ് കൺവേർട്ടിങ് ഡെസിമൽ നമ്പർ ടു ഒക്ടൽ ഈസ് ബൈ റിപ്പീറ്റഡ് ഡിവിഷൻ. അപ്പോൾ ഡെസിമലിൽ നിന്ന് ഏത് നമ്പർ സിസ്റ്റത്തിലേക്കും മാറ്റണമെങ്കിലും നമ്മളിവിടെ പഠിക്കുന്നത് 4 നമ്പർ സിസ്റ്റമാണ്: ഡെസിമൽ, ബൈനറി, ഒക്ടൽ, ഹെക്സാഡെസിമൽ. അപ്പോൾ ഈ ഡെസിമലിൽ നിന്ന് ബാക്കി 3 എണ്ണം, അതായത് ബൈനറി, ഒക്ടൽ, ഹെക്സാഡെസിമൽ, ഈ 3ലേക്ക് മാറ്റണമെങ്കിലും നമ്മൾ റിപ്പീറ്റഡ് ഡിവിഷൻ മെത്തഡാണ് യൂസ് ചെയ്യുക. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, ഡെസിമൽ ടു ഏത് നമ്പർ സിസ്റ്റത്തിൽ മാറ്റണമെങ്കിലും എന്താണ്? റിപ്പീറ്റഡ് ഡിവിഷൻ മെത്തഡാണ് യൂസ് ചെയ്യുക. ഫ്രാക്ഷൻ നമ്പർ അല്ല കേട്ടോ, സാധാരണ നമ്പർ. അപ്പോൾ റിപ്പീറ്റഡ് ഡിവിഷൻ മെത്തഡാണ് യൂസ് ചെയ്യുക. പക്ഷെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഡെസിമൽ ടു ബൈനറി ആണെങ്കിൽ റിപ്പീറ്റഡ് ഡിവിഷൻ ബൈ 2 ആണ് ചെയ്യേണ്ടത്. ഡെസിമൽ ടു ഒക്ടലാണെങ്കിൽ റിപ്പീറ്റഡ് ഡിവിഷൻ ബൈ 8 ആണ് ചെയ്യേണ്ടത്. ഡെസിമൽ ടു ഹെക്സാഡെസിമൽ ആണെങ്കിൽ റിപ്പീറ്റഡ് ഡിവിഷൻ ബൈ 16 ആണ് ചെയ്യേണ്ടത്. ഇത്രയും വ്യത്യാസമുള്ളൂ. അപ്പോൾ ഡെസിമലിൽ നിന്ന് ഏത് നമ്പർ സിസ്റ്റം, അതായത് ഡെസിമൽ എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കാൻ ഞാൻ പറയുന്നത് ഫ്രാക്ഷൻ അല്ലാത്ത നമ്പറാണ്. നമ്മൾ ഫ്രാക്ഷനുള്ള ഒരു നമ്പർ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്ത് അവിടെ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ മെത്തഡാണ് യൂസ് ചെയ്തത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഫ്രാക്ഷൻ ഇല്ലാത്ത നമ്പറാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫ്രാക്ഷൻ ഇല്ലാത്ത നമ്പർ, അതായത് ഡെസിമൽ നമ്പറാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് എന്താ മെത്തഡാണ്? റിപ്പീറ്റഡ് ഡിവിഷൻ മെത്തഡാണ്. അപ്പോൾ നമ്മളിതിൽ കണ്ടല്ലോ, കഴിഞ്ഞ ദിവസം നമ്മൾ ഫ്രാക്ഷൻ ടു ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് പേജ് കുറച്ച് മറന്നുപോയി. ഡെസിമൽ ടു ഒക്ടൽ കൺവേർഷനാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡെസിമൽ ടു ഒക്ടൽ കൺവേർഷനിൽ നമ്മൾ ആദ്യം 125 റിപ്പീറ്റഡ് ഡിവിഷൻ ബൈ 8 ചെയ്യാണ്. അപ്പോൾ 8 ഇൻറ്റു നമ്മൾക്ക് കൃത്യം 125 വരികയാണെങ്കിൽ അതാണ് എടുക്കേണ്ടത്. അതല്ല വെച്ചെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത നമ്പർ കിട്ടുന്ന പോലെ നോക്കണം. അപ്പോൾ 125 എന്ന് പറയുമ്പോൾ 8 ഇൻറ്റു ഇവിടെ 12 എടുക്കുക. ആദ്യത്തെ 2 ഡിജിറ്റ് എടുക്കുക. 8 ഇൻറ്റു 1 8. അപ്പോൾ 12 8 പോയി എത്ര കഴിഞ്ഞാൽ 4 ബാക്കി. ഇപ്പോൾ 45 ഇവിടെ ഉണ്ടാവും. 12 ഇവിടെ 8 ഇൻറ്റു 1 8. 12 8 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 4. ഇപ്പോൾ ഇവിടെ ബാക്കി നമ്മൾ 5 നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. 4ഉം 5ഉം കൂട്ടി വയ്ക്കുമ്പോൾ 45. 8 ഇൻറ്റു 5 എത്രയാണ്? 40. അപ്പോൾ നിങ്ങൾ 8 ഇൻറ്റു 6 എടുക്കുകയാണെങ്കിൽ 48 വരുന്നത്. നമുക്ക് ഇവിടെ 45 ബാക്കിയുള്ളൂ. അപ്പോൾ 8 ഇൻറ്റു 5 40. അപ്പോൾ 45 40 പോകുമ്പോൾ ബാക്കി എത്രയാണ്? 5. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വലിയ നമ്പറിനും നിങ്ങളിങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ വേണമെങ്കിൽ കാൽക്കുലേറ്റർ എടുത്ത് വെച്ചോളൂ, കുഴപ്പമില്ല. നിങ്ങൾക്ക് പരീക്ഷയിലും കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, കാൽക്കുലേറ്റർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സയൻറ്റിഫിക് ആയിട്ടുള്ള വലിയ കാൽക്കുലേറ്റർ അല്ല ഉപയോഗിക്കേണ്ടത്. ചെറിയ കാൽക്കുലേറ്റർ നമ്മൾ ഈ ക്ലോക്ക് അങ്ങനെയുള്ള വാച്ചുകളൊക്കെ വിൽക്കുന്ന കടയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ വാങ്ങാൻ കിട്ടും. അത് 150-200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികം വിലയില്ലാത്ത സയൻറ്റിഫിക് അല്ലാത്ത കാൽക്കുലേറ്റർ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാം. പിന്നീട് നിങ്ങൾ അക്കൗണ്ടൻസി പോലെയുള്ള സബ്ജക്റ്റിലും നിങ്ങൾക്ക് വേണ്ടി വരും. അപ്പോൾ ഏത് സബ്ജക്റ്റിലായാലും, പരീക്ഷയ്ക്കായാലും ക്ലാസ്സിലായാലും കാൽക്കുലേറ്റർ ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ കുഴപ്പമില്ല, പരീക്ഷയ്ക്കായാലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ മൾട്ടിപ്ലിക്കേഷൻസും ഡിവിഷനൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടുന്നില്ല വെച്ചെങ്കിൽ പേടിക്കേണ്ട, കാൽക്കുലേറ്റർ അടുത്ത് വെച്ച് വേണമെങ്കിൽ നോക്കിക്കോളൂ. അപ്പോൾ 8 ഇൻറ്റു 15 നമുക്ക് വരുന്നത് 120 അപ്പോൾ നമുക്കിവിടെ 125. അപ്പോൾ ബാക്കി എത്ര വരുന്നു? 5 നമ്മൾ ഇങ്ങോട്ട് എടുത്ത് എഴുതി. ഇനി അടുത്ത് 15 ഉള്ളത്. അപ്പോൾ 8 ഇൻറ്റു 1 8. 8 ഇൻറ്റു 2 16. 16 തന്നെ മേലെയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ താഴെ നമ്പർ വരുന്നു. 8 ഇൻറ്റു 1 8. അപ്പോൾ 15 8 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്രയാണ്? 7. ഇവിടെ എടുത്ത് എഴുതി. 8 ഇൻറ്റു 0 0. ഇവിടെ 1 ബാക്കി 1. നമ്മൾ എപ്പോഴും റിപ്പീറ്റഡ് ഡിവിഷനിലെ താഴത്തുനിന്ന് മുകളിലേക്കാണ് എടുത്ത് എഴുതേണ്ടത്. ഇപ്പോൾ 175. ഇത് നമുക്ക്
അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. 125 ഡെസിമലിലുള്ളത് നമ്മൾ മാറ്റുമ്പോൾ 175 ഒക്ടലിലേക്ക് കിട്ടും. അടുത്തൊരു പ്രോബ്ലം ഉണ്ട്. 400 എന്നുള്ളത് നമ്മൾ ഒക്ടലിലേക്ക് മാറ്റണം. അപ്പോൾ 400-ന് നമ്മൾ ആദ്യം 40 എടുക്കുക. 8 × 5 40 ശരിയല്ലേ? അപ്പോൾ ബാക്കി ഇവിടെ 0 0 നമുക്ക് വെറുതെ 0 ചേർത്താൽ മതി. അപ്പോൾ 8 × 50 എത്രയാണ്? 400. ബാക്കി റിമൈൻഡർ ഇല്ല, 0. 8 × 6 48 ഇവിടെ 50. അപ്പോൾ 50 48 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്രയാണ്? 2 റിമൈൻഡർ വന്നു. 8 × 0 0. അപ്പോൾ 6 റിമൈൻഡർ വന്നു. നമുക്ക് 400 എന്നുള്ളത് നമ്മൾ ഡെസിമലിലുള്ളത് ഒക്ടലിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 620. അപ്പോൾ നമുക്ക് ഈ 620 കിട്ടിയത് ശരിയാണോ എന്നുള്ളത് നോക്കാനുള്ളത് ഞാൻ പിന്നീട് ഒരു പ്രോബ്ലം ഇടുമ്പോൾ കാണിച്ചു തരാം. എങ്ങനെയാണ് തിരിച്ചത് നമുക്ക് 400ലേക്ക് എങ്ങനെ തിരിച്ചെത്തിക്കുക. അതായത് ഒക്ടൽ ടു ഡെസിമൽ കൺവേർഷൻ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും 400 കിട്ടണം. എന്നാലാണ് നമ്മൾ 620 എന്നുള്ളത് ശരിയാണ്. അപ്പോൾ നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഡെസിമൽ ടു ഹെക്സാഡെസിമൽ കൺവേർഷനാണ് നോക്കണേ. അപ്പോൾ ഇതിലും സെയിം മെത്തഡാണ്, റിപ്പീറ്റഡ് ഡിവിഷൻ മെത്തഡാണ്. റിപ്പീറ്റഡ് ഡിവിഷൻ എന്തുകൊണ്ടാണ്? 16 കൊണ്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ 155. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? 16 × 10 എത്രയാണ്? 160 വരിക. നമുക്ക് 155 ഉള്ളൂ. അപ്പോൾ 16 × 9 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര വരികയാണ്? 16 × 9 കാൽക്കുലേറ്ററിൽ നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നോക്കാം. 6 × 9 എത്രയാണ്? 54. അപ്പോൾ 4 കൂടി ഇട്ടു, 5 ഇപ്പുറത്തേക്ക് കൊടുന്നു. 9 × 1 9 + 5 144 വരിക. അപ്പോൾ 16 × 9 144. 155 അവിടെ. 155 144 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 11 ബാക്കി. ഓക്കെ, ഇനി അടുത്തത് 9 ഇവിടെ കിടക്കുന്നത്. അപ്പോൾ 16 × 0 0 ബാക്കി 9. ഇനി ഇതെടുത്ത് എഴുതുമ്പോൾ നിങ്ങൾ 911 അല്ല എന്നല്ല എഴുതണ്ടേ. ഇവിടെ 9 നമ്മൾ താഴത്തുനിന്ന് മുകളിലേക്ക് എടുത്ത് എഴുതാം. ഈ 11 എന്ന് പറയുമ്പോൾ നമ്മൾ ഹെക്സാഡെസിമലിൽ നിങ്ങൾ ആദ്യം നമ്മൾ ക്ലാസ്സിൽ ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് എന്താ വെച്ചെങ്കിൽ 0 തൊട്ടിട്ട് 9 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നത്തെ സംഖ്യ A ആണ്. 10 സൂചിപ്പിക്കുന്നത് A ആണ്. 11 പറഞ്ഞാൽ B ആണ്. 12 എന്ന് പറഞ്ഞാൽ C ആണ്. 13 D, 14 E, 15 F. അപ്പോൾ നമ്മളിവിടെ റിമൈൻഡർ 11 വന്നു കഴിഞ്ഞാൽ അതിന് പകരം നമ്മൾ എന്താ കൊടുക്കേണ്ടത്? B എന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്ത് എഴുതുമ്പോൾ എന്താണ്? 9B ആണ് ആൻസർ. അപ്പോൾ നമ്മൾക്ക് 155 ഡെസിമലിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ആൻസർ 9B. നമുക്ക് ഒരു നമ്പർ വേണമെങ്കിൽ ഇവിടെ ചെക്ക് ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിൽ 380. ഇപ്പോൾ നമ്മൾ 16, നമ്മൾ ആദ്യം 38 മാത്രം എടുക്കുന്നു. 16 × 2 എത്രയാണ്? 38 എടുക്കണം. 16 × 2 32. അപ്പോൾ നമുക്ക് 6 ബാക്കി. ഇപ്പോൾ ഇവിടെ 0 ഉണ്ട്, 60. 16 × 3 എത്രയാണ്? 16 × 3 എന്ന് പറയുമ്പോൾ നമുക്ക് 3 × 6 18 48. ഇപ്പോൾ ഇവിടെ 60. 60 48 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 12 ബാക്കി. 12 എന്ന് ഇവിടെ എടുത്ത് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, 12 എന്ന് എഴുതാം ബ്രാക്കറ്റിൽ. A 10, B 11, C ആണ് 12. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റിൽ C എന്ന് കൊടുക്കുക. അടുത്തത് 16 × 1 16. 23 16 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ്? നമുക്ക് 7 ബാക്കി വരും. ഇപ്പോൾ 7 ഇവിടെ എടുത്ത് എഴുതി. 16 × 0 0 1 ബാക്കി. അപ്പോൾ നമ്മൾ എടുത്ത് എഴുതുമ്പോൾ 170 അല്ല 17C 17C നമ്മളിതാണ്. അപ്പോൾ 350 നമ്മൾ ഹെക്സാഡെസിമലിലേക്ക് മാറ്റുമ്പോൾ 17C. ഇപ്പോൾ നമ്മൾ എല്ലാ ഡെസിമലിൽ നിന്ന് എല്ലാ നമ്പർ സിസ്റ്റത്തിലേക്കും കൺവേർട്ട് ചെയ്യാൻ പഠിച്ചു. ഇനി തിരിച്ച് നമ്മൾ എല്ലാ നമ്പർ സിസ്റ്റത്തിനും ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഉള്ളത് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചെങ്കിൽ നമ്മൾ 1-2 പ്രോബ്ലം കൂടി നോക്കാം. നമുക്ക് നമ്മൾ ആദ്യത്തെ പ്രോബ്ലം നമുക്ക് 320 ഡെസിമലിനുള്ളത് ഒക്ടലിലേക്ക് മാറ്റാനാണ്. 320 റിപ്പീറ്റഡ് ഡിവിഷൻ ബൈ 8 ആണ്. 8 × 4 32. ഇവിടെ 32 കിട്ടി. ഇവിടെ ബാക്കി 0 ഉണ്ട്. അപ്പം 8 × 40 320. റിമൈൻഡർ 0. 8 × 5 40 റിമൈൻഡർ 0. 8 × 0 0 റിമൈൻഡർ. അപ്പോൾ എത്രയാണ്? 5. നമ്മൾ എടുത്ത് എഴുതുമ്പോൾ 500 500. ഇപ്പോൾ ഇവിടെയാണ് ഞാൻ ഇങ്ങനെയാണ് തിരിച്ച് ഇത് ശരിയാണോ ചെക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ
എല്ലാത്തിനും സ്ഥാനവിലയുണ്ട്. നമ്മൾ മുമ്പ് നമ്പർ സിസ്റ്റം പഠിച്ചിട്ടുണ്ടല്ലോ. എപ്പോഴും ഏറ്റവും വലത്തെ അറ്റത്തുള്ളത് തന്നെ നമ്മൾ ആ ഇതിൻ്റെ ഒക്ടലായതുകൊണ്ട് 8⁻0, പിന്നത്തേന് 8⁻1, പിന്നത്തെ 8⁻2, അങ്ങനെ നമ്മൾ സ്ഥാനവില കൊടുക്കണം. എന്നിട്ട് നമ്മൾ നോക്കാം. 8⁻2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 8 × 8 എത്ര? 64. അപ്പോൾ നമ്മൾ 8 ഇവിടെ ബാക്കി 2 0. അപ്പോൾ 8⁻2 × 5 പ്ലസ് 8⁻1 × 0 പ്ലസ് 8⁻0 × 0 എന്നാണ്. അപ്പോൾ ഇവിടെ ശരിക്കും നമ്മൾ ഇത് രണ്ടും കണക്കിലെടുക്കേണ്ട. സംഖ്യ ഉള്ളത് 5 മാത്രമാണ്. അപ്പോൾ 8⁻2 × 5. 8⁻2 × 5 എന്ന് പറയുമ്പോൾ എത്രയാണ്? 8⁻2 എന്ന് പറയുമ്പോൾ 8 × 8 64 × 5. 64 × 5 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വരുന്നത്? 320. അപ്പോൾ നമ്മൾ ഈ സ്ഥാനവില കൊടുത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ തിരിച്ച് ഡെസിമൽ നമ്പറിലൊക്കെ മാറുന്നു. കണ്ടോ? അപ്പോൾ നമ്മൾ ഒരു നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ സ്ഥാനവില അല്ലെങ്കിൽ പൊസിഷണൽ വാല്യൂ കൊടുത്ത് നമ്മൾ അതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ഏത് നമ്പർ സിസ്റ്റത്തിലേക്ക് വരും? ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലേക്ക് വരും. അപ്പോൾ നമ്മളിവിടെ 500 നമ്മൾ കിട്ടിയത് നമ്മൾ ഈ പൊസിഷണൽ വാല്യൂസ് കൊടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? 320 എന്നുള്ളത് തിരിച്ച് ഡെസിമലിൽ അതേ സംഖ്യ കിട്ടുകയാണെങ്കിൽ നമ്മുടെ ആൻസർ ശരിയാണ്. അപ്പോൾ അതുപോലെ നമ്മൾ ഈ 320 തന്നെ നമ്മൾ ഒക്ടലിലേക്ക് മാറ്റുന്നതിന് പകരം ഹെക്സാഡെസിമലിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെയാണ്? അപ്പോൾ 16 കൊണ്ട് റിപ്പീറ്റ് ഡിവിഷൻ ചെയ്യണം. അപ്പോൾ 16 × 2 32 ഇവിടെ 0 ഉണ്ട്. അപ്പോൾ നമുക്ക് 16 × 20 ആക്കി കഴിഞ്ഞാൽ കൃത്യം 320 ആവും. അപ്പോൾ 16 × 20 320, ബാക്കി 0. 16 × 1 16, 20 നിന്ന് 16 പോയി കഴിഞ്ഞാൽ ബാക്കി 4. 16 × 0 0, ബാക്കി 1. അപ്പോൾ 140. അപ്പോൾ 140 നമ്മളിവിടെ എടുത്ത് എഴുതി. പിന്നെ നമ്മൾ അതിൻ്റെ സ്ഥാനവില അല്ലെങ്കിൽ പൊസിഷൻ വാല്യൂസ് കൊടുത്ത് നോക്കണം. വലതേ അറ്റത്ത് നിന്നാണ് നമ്മൾ കൊടുത്ത് വരിക. 16⁻0, 16⁻1, 16⁻2. അപ്പോൾ നമ്മളിവിടെ എങ്ങനെ ഇതിന് കാൽക്കുലേറ്റ് ചെയ്യുക? 16⁻2 ഇൻറ്റു അവിടുത്തെ വാല്യൂ എന്താണ്? 1. 16⁻2 ഇൻറ്റു 1 പ്ലസ് 16⁻1 ഇൻറ്റു 4 പ്ലസ് 16⁻0 ഇൻറ്റു 0. അപ്പോൾ നമുക്കിവിടെ നോക്കാം. 16⁻2 എന്ന് പറയുമ്പോൾ 16 × 16 256 ആണ്. 256 ഇൻറ്റു 1. 16⁻1 എന്ന് പറയുമ്പോൾ 16 പ്ലസ് 16 ഇൻറ്റു 4 പ്ലസ് 16⁻0 എന്ന് പറയുമ്പോൾ പലരും 0 എന്നല്ല എഴുതുക. 0 എന്നാണ് എഴുതുക. അതല്ല ശരി. ഏത് നമ്പർ ⁻0 ആണെങ്കിലും അതിൻ്റെ ആൻസർ 1 ആണ്. അപ്പോൾ ഇവിടെ 16⁻0 എന്ന് പറയുമ്പോൾ എന്താണ്? 1 × 0. ഇവിടെ 0 ഉണ്ടല്ലോ. 1 × 0. അപ്പോൾ നമുക്കിവിടെ എത്രയാണ്? 256 × 1 എന്ന് പറയുമ്പോൾ 256. 16 × 4 എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 64. അപ്പോൾ 256 പ്ലസ് 64 എത്ര നോക്കിക്കുകയും കാൽക്കുലേറ്റർ വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് 320 തന്നെയാണ് ആൻസർ വരും. 320. ഇനി ഒരു പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് നോക്കാം. 100 ഡെസിമലിലുള്ളത് എങ്ങനെയാണ് ഒക്ടലിലേക്ക് മാറ്റുക? 100നെ നമ്മൾ റിപ്പീറ്റഡ് ഡിവിഷൻ ബൈ 8 ആണ്. 8 × 1 8. അപ്പോൾ ഇവിടെ 10 നിന്ന് 8 പറഞ്ഞ് ബാക്കി 2. ഇപ്പോൾ 2 0 ഉണ്ട്, 20 ഉണ്ട്. 8 × 2 16. അപ്പോൾ 20 നിന്ന് 16 പോയി കഴിഞ്ഞാൽ ബാക്കി 4. ഇത് നേരിട്ട് 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട. 8 × 12 എന്ന് പറയുമ്പോൾ 96 ആണ് വരിക. അപ്പോൾ ബാക്കി 4. 8 × 1 8. അപ്പോൾ ബാക്കി 12 നിന്ന് 8 പോയി കഴിഞ്ഞാൽ ബാക്കി 4. 8 × 0 0, ബാക്കി 1. അപ്പോൾ 144. 144 കിട്ടി. നമുക്ക് അതിൻ്റെ പൊസിഷണൽ വാല്യൂ കൊടുക്കാം. വലത്തെ അറ്റത്ത് നിന്ന് 8⁻0, 8⁻1, 8⁻2. 8⁻2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 8⁻2 ഇൻറ്റു 1 പ്ലസ് 8⁻1 ഇൻറ്റു 4, 8⁻0 ഇൻറ്റു 4. അങ്ങനെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. 8⁻2 ഇൻറ്റു 1, 8⁻1 ഇൻറ്റു 4, 8⁻0 ഇൻറ്റു 4. അപ്പോൾ നമുക്ക് 64 ഇൻറ്റു 1 പ്ലസ് എന്താ വെച്ചാൽ 8⁻2 എന്ന് പറയുമ്പോൾ 64 അല്ല. 64 ഇൻറ്റു 1 പ്ലസ് 8 ഇൻറ്റു 4 പ്ലസ് 1. 8⁻0 എന്ന് പറയുമ്പോൾ 1 ആണ്. 1 ഇൻറ്റു 4. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാം. 64 പ്ലസ് 32 പ്ലസ് 4. അപ്പോൾ എത്രയാണ്? 100 തിരിച്ച് കിട്ടി നമുക്ക്. അപ്പോൾ അതുപോലെ ഇനി ഹെക്സാഡെസിമൽ നമ്പർ നോക്കാം. 100 കൊണ്ട് 16 കൊണ്ട് 100നെ റിപ്പീറ്റഡ് ഡിവിഷൻ. 16 ഇൻറ്റു 6 96 ആണ്. ബാക്കി 4. 16 ഇൻറ്റു 0 0, ബാക്കി 6. അപ്പോൾ നമുക്ക് 64 കിട്ടി. 64 ഇനി ശരിയാണോ നോക്കാം. നമ്മൾ പൊസിഷണൽ വാല്യൂസ് കൊടുത്ത് നോക്കുകയാണ്. അപ്പോൾ വലത്തെ അറ്റത്ത് 4ൻ്റെ മുകളിൽ 16⁻0, 6ൻ്റെ മുകളിൽ 16⁻1. അപ്പോൾ 16⁻1 എന്ന് പറയുമ്പോൾ 16 × 6 പ്ലസ് 1 × 4. അപ്പോൾ എത്രയാണ്?
96 + 4 നമുക്ക് 100 തന്നെ തിരിച്ച് കിട്ടി. അപ്പോൾ ഏത് നമ്പർ സിസ്റ്റത്തിലേക്കും ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ നിന്ന് ഏത് നമ്പറിലേക്കും മാറ്റണമെങ്കിലും നമ്മൾ റിപ്പീറ്റഡ് ഡിവിഷൻ മെത്തഡാണ് യൂസ്. ഫ്രാക്ഷനുള്ള നമ്പറല്ല, അല്ലാത്ത നമ്പറാണെങ്കിൽ ഡെസിമലിൽ നിന്ന് ഏത് നമ്പർ സിസ്റ്റത്തിലേക്ക് മാറ്റണമെങ്കിലും റിപ്പീറ്റഡ് ഡിവിഷൻ മെത്തഡാണ് യൂസ് ചെയ്യുക. ഏത് നമ്പർ സിസ്റ്റത്തിൽ നിന്നും തിരിച്ച് ഡെസിമലിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ പൊസിഷണൽ വാല്യൂ മെത്തഡാണ് യൂസ് ചെയ്യുക. നമ്മൾ പൊസിഷണൽ വാല്യൂസ് കൊടുത്ത് വലത്തെ അറ്റത്ത് നിന്ന് ഇങ്ങനെ കൊടുത്ത് വന്നു, എന്നിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് അതേ നമ്പർ സിസ്റ്റം. അപ്പോൾ ഏത് നമ്പർ സിസ്റ്റത്തിനും തിരിച്ച് ഡെസിമലിലേക്ക് മാറ്റണമെങ്കിൽ പൊസിഷണൽ വാല്യൂ മെത്തഡാണ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്കിനി ബൈനറി ടു ഡെസിമൽ കൺവേർഷൻസ് ഒന്ന് നോക്കാം. ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ നോക്കുമ്പോൾ നമുക്കിവിടെ ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ. അപ്പോൾ നമ്മളിവിടെ കൺവേർട്ട് 11011 എന്നുള്ള നമ്പറിന് നമ്മൾ ബൈനറിയിൽ തന്നിരിക്കുന്നത്, അത് ഡെസിമലിലേക്ക് മാറ്റാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മളോട് പൊസിഷൻ വാല്യൂ മെത്തഡാണ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ കണ്ടോ 11011 എന്നുള്ള നമ്പർ എടുത്തു. ഏറ്റവും വലത്തെ അറ്റം നമ്മൾ ഇത് ബൈനറിയിലെ നമ്പറാണ് ഡെസിമലിലേക്ക് മാറ്റുന്നത്. അപ്പോൾ പൊസിഷൻ വാല്യൂസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, 2ൻ്റെ പൊസിഷൻസാണ്. അപ്പോൾ 2 raised to 0, 2 raised to 1, 2 raised to 2, 2 raised to 3, 2 raised to 4 അങ്ങനെ നമ്മൾ പൊസിഷണൽ വാല്യൂസ് കൊടുത്തു. ഇനി 2 raised to 4 എന്ന് പറയുമ്പോൾ 2 × 2 × 2 × 2 അങ്ങനെ 4 2 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വരും? 16. 2 × 2 4, 4 × 2 8, 8 × 2 16. അപ്പോൾ 16 × 1 പ്ലസ് 2 raised to 3 × 1 എന്ന് പറയുമ്പോൾ 8, 2 raised to 2 എന്ന് പറയുമ്പോൾ 4 ആണ്. പക്ഷേ ഇവിടെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 0 ആണ്. 2 raised to 1 എന്ന് പറയുമ്പോൾ 2, 2 × 1 2, 2 raised to 1 എന്ന് പറയുമ്പോൾ 1 ആണ്. ഞാൻ പറഞ്ഞില്ലേ ഏത് നമ്പർ raised to 0 എന്ന് പറയുമ്പോൾ 1 ആണ്. അപ്പോൾ 1. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇത് മാത്രമാണ് 0 വരുന്നത്, ബാക്കി ആഡ് ചെയ്യാം. 16 + 8 + 2 + 1 നമുക്ക് എത്ര വരുന്നു? 16 + 8 24, 26 + 1 27. നമ്മൾ എന്ത് കിട്ടും? ബൈനറിയിൽ നിന്ന് ഡെസിമലിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് വാല്യൂസ് യൂസ് ചെയ്യുന്നത്? പൊസിഷണൽ വാല്യൂ മെത്തഡാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ വേണമെങ്കിൽ നമുക്ക് വേറെ നമ്പർ നോക്കാം. അതാണ് 11000010, 11000010. ഇതിന് നമ്മൾ പൊസിഷണൽ വാല്യൂസ് 2 raised to 0, 2 raised to 1, 2 raised to 2, 2 raised to 3, 2 raised to 4, 2 raised to 5, 2 raised to 6. 2 raised to 4 നമ്മൾ നോക്കി, അത് 16 ആണ്. 16 × 2 എന്ന് പറയുമ്പോൾ 32. ഇത് 32 × 2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 64. അപ്പോൾ ഈ 2 raised to 6 വരുമ്പോൾ 64 ആണ്. 64 × 1 പ്ലസ് 32 × 1 പ്ലസ് ഇവിടെ വരുന്നത് പിന്നെ 1 വരുന്നത് ഇവിടെയാണ് 2 × 1. അപ്പോൾ നമുക്ക് 64 + 32 + 2, 64 + 32 96 + 2 98 ഉണ്ടല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ. അപ്പോൾ നമ്മളിനി ബൈനറി ഡെസിമൽ ടു നമ്മൾ ഡെസിമൽ ഫ്രാക്ഷൻ ടു ബൈനറി ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്തത്? റിപ്പീറ്റഡ് ഡിവിഷൻ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ മെത്തഡാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ബൈനറി ഫ്രാക്ഷൻ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പൊസിഷണൽ വാല്യൂസ് തന്നെയാണ് യൂസ് ചെയ്യുക. പക്ഷെ നമ്മൾ പൊസിഷണൽ വാല്യൂസ് നെഗറ്റീവ് പൊസിഷണൽ വാല്യൂസ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കി 0.101 എന്നുള്ള നമ്പറാണ് കൺവേർട്ട് ചെയ്യുന്നത് വെച്ചെങ്കിൽ നെഗറ്റീവ് പൊസിഷണൽ വാല്യൂസ് എന്താണ്? 2 raised to. അപ്പോൾ നമ്മളിവിടെ മറ്റേത് നമ്മളെപ്പോഴും വലത്തെ അറ്റത്ത് നിന്ന് ഇങ്ങനെ ഇടത്തെ അറ്റത്തേക്ക് ഇങ്ങനെ കൊടുത്ത് പോവുകയാണ്. പക്ഷേ നമ്മൾ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള നമ്പർ നമ്മൾ അത് ഫ്രാക്ഷണലായിട്ട് നമ്പർ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ പൊസിഷണൽ വാല്യൂസ് കൊടുക്കുമ്പോൾ നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് കൊടുക്കേണ്ടത്. ആ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള നമ്പർ ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. അപ്പോൾ 2 raised to -1 ആയിത്തേനെ, പിന്നത്തേനെ 2 raised to -2, 2 raised to -3. അപ്പോൾ നമ്മളിവിടെ 101 എന്നാണ്, പോയിന്റ് കഴിഞ്ഞ് 101 ആണ്. അപ്പോൾ നമ്മൾ വലതേ അറ്റത്ത് നിന്നല്ല വരിക, ഇടതേ അറ്റത്തു നിന്നാണ് 2 raised to -1, 2 raised to -2, 2 raised to -3. അപ്പോൾ നമ്മൾ അപ്പോൾ -1, 2 raised to -1, 2 raised to -2, 2 raised to -3 എന്നൊക്കെ പറഞ്ഞാൽ എന്താവും? നമുക്ക് ഒരു പേടി ഉണ്ടാവും. അതൊന്നും പേടിക്കേണ്ട. 2 raised to -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം 1/2 raised to 1 ആണ്. അപ്പോൾ 2 raised to 1 എന്നുള്ളത് പിന്നെ 1/, കാണുമ്പോൾ അപ്പോൾ 1/2 raised to 1 എന്ന് പറയുമ്പോൾ 1/2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 1/2 എന്ന് പറഞ്ഞാൽ പകുതിയല്ലേ, 1. അപ്പോൾ 0.5. 1/2 raised to 2 എന്ന് വരും. 1/2 raised to 2 1/4 എന്ന് പറയുമ്പോൾ 0.25 ആണ്.
2⁻³ എന്ന് പറയുമ്പോൾ 1/2⁻³ എന്നാണ്. 1/2⁻³ എന്ന് പറയുമ്പോൾ നമുക്ക് 1/8 ആണ്. 1/8 പറയുമ്പോൾ 0.125 എന്ന് വരും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾക്ക് 2⁻1 × 1, 2⁻−1 × 1, ഇവിടെ 0ആണ്. 2⁻³ × 1, അപ്പോൾ ഇവിടെ 2⁻−1 × 1 പ്ലസ് 0 × 2⁻−2 പ്ലസ് 1 × 2⁻−3. നമുക്കിവിടെ എത്രയാണ്? 2⁻−1 എന്ന് പറയുമ്പോൾ 0.5 പ്ലസ് ഇവിടെ 0ആണ്. നിങ്ങൾ വേണമെങ്കിൽ കാൽക്കുലേറ്റർ നോക്കി 1/8 എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റർ നോക്കി നിങ്ങൾക്ക് കിട്ടും 0.125. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 0.625 നമുക്ക് കിട്ടും. അപ്പോൾ ബൈനറി ടു ഡെസിമൽ ഫ്രാക്ഷൻ ആകുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ അടുത്തൊരു നമ്പർ നമ്മൾ നോക്കാം. ഇതിൽ ഫ്രാക്ഷന് ഇല്ലാത്ത നമ്പർ ഉണ്ട്. 1010 എന്നുള്ള ഫ്രാക്ഷൻ ഇല്ലാത്ത നമ്പറാണ്. 11 എന്നുള്ളത് ഫ്രാക്ഷൻ ആയിട്ടുള്ള നമ്പറാണ്. അപ്പോൾ നമ്മൾ സാധാരണ പോലെ വലതേ അറ്റത്ത് നിന്ന് ഇടതേ അറ്റത്തേക്ക് കൊടുക്കും. അപ്പോൾ നമ്മൾ 0 × 2⁻²0, 1 × 2⁻1, 0 × 2⁻², 1 × 2⁻3 ഇത് അങ്ങനെ അപ്ലൈ ചെയ്യും. ഇപ്പോൾ നമുക്കപ്പോൾ 2⁻3 8 പ്ലസ് 0 പ്ലസ് 2 പ്ലസ് 0, ഇപ്പോൾ നമുക്ക് എത്രയാണ്? 10 കിട്ടി. ഇപ്പോൾ ഡെസിമലിൽ 10 വന്നു. ഇനി ഇപ്പുറത്തുള്ളത് നമ്മൾ എപ്പോഴും ഇടതേ അറ്റത്ത് നിന്ന് വലതേ അറ്റത്ത് നെഗറ്റീവ് പവേഴ്സാണ് കൊടുക്കേണ്ടത്. അപ്പോൾ 1 × 2⁻−1, 1 × 2⁻−2. ഇത് നമുക്ക് നോക്കുമ്പോൾ അറിയാം. 2⁻−1 എന്ന് പറയുമ്പോൾ 0.5 ആണ്. പ്ലസ് 2⁻−2 എന്ന് പറയുമ്പോൾ 0.25 ആണ്. അപ്പോൾ 0.5 പ്ലസ് 0.25 എന്ന് പറയുമ്പോൾ 0.75 കിട്ടി. നമുക്ക് നേരത്തെ ഫ്രാക്ഷൻ ഇല്ലാത്ത ഭാഗം 10 കിട്ടി, ഫ്രാക്ഷനിലെ ഭാഗം 0.75 കിട്ടി. നമുക്ക് രണ്ടും കൂടി എഴുതുമ്പോൾ നമ്മളെങ്ങനെ എഴുതും? 10.75. ഇപ്പോൾ 1010.11 എന്ന് പറയുമ്പോൾ 10.75. നെഗറ്റീവ് പവേഴ്സ് ഓഫ് 2 ആണ് അപ്ലൈ ചെയ്യുക. ഇതിൽ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. 2⁻−1 എന്ന് പറയുമ്പോൾ 0.5 ആണ്. 2⁻−2 എന്ന് പറയുമ്പോൾ 1/4 ആണ്, 0.25. 2⁻−3 എന്ന് പറയുമ്പോൾ 0.125. 2⁻−4 എന്ന് പറയുമ്പോൾ 0.0625. 2⁻−5 എന്ന് പറഞ്ഞാൽ 0.03125. നിങ്ങൾ വെറുതെ നോക്കിയാൽ മതി. ഇത് 1/2, ഇത് 1/4, ഇത് 1/8, ഇത് 1/16, ഇത് 1/32. അപ്പോൾ നമുക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാവുന്നതാണ്. കാൽക്കുലേറ്റർ ഉപയോഗിക്കട്ടോ. അതുപോലെ ഒക്ടൽ ടു ഡെസിമൽ കൺവേർഷൻ എന്ന് പറയുമ്പോഴും നമ്മൾ തിരിച്ച് ഈ പൊസിഷണൽ വാല്യൂസ് ആണ്. അപ്പോൾ 157 ഒക്ടൽ എന്നുള്ളത് നമ്മൾ ഡെസിമലിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ പൊസിഷണൽ വാല്യൂസ് നമ്മൾ കൊടുക്കുക. ഇവിടെ 8 ആണ്. ഒക്ടാഡെസിമൽ അല്ല, ഒക്ടലാണല്ലോ. അപ്പോൾ ഒക്ടലാകുമ്പോൾ നമ്മൾ 8⁻0, 8⁻1, 8⁻2 ഇങ്ങനെയാണ് കൊടുക്കുക. അപ്പോൾ നമ്മൾ വലതേ അറ്റത്ത് നിന്ന് കൊടുക്കും 8⁻0, 8⁻1, 8⁻2. അപ്പോൾ 8⁻2 × 1 പ്ലസ് 8⁻1 × 5 പ്ലസ് 8⁻0 × 7. അപ്പോൾ നമുക്ക് 64 പ്ലസ് 8 × 5 എന്ന് പറയുമ്പോൾ 40 പ്ലസ് 7, അപ്പോൾ 111. അപ്പോൾ എപ്പോഴും നോക്കി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. എപ്പോഴും വലതേ അറ്റത്തു നിന്നാണ്. ഫ്രാക്ഷൻ ഇല്ലാത്ത നമ്പർ എന്ന് പറയുമ്പോൾ വലതേ അറ്റത്ത് നിന്ന് നമ്മൾ കൊടുക്കുക 8⁻0, 8⁻1, 8⁻2 ഇങ്ങനത്തെ ഇടത്ത അറ്റത്തേക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് കൊടുക്കുക വേണ്ട. നമ്മളത് പിന്നെ അതിൻ്റെ പവേഴ്സിൻ്റെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഡെസിമലിലെ വാല്യൂ ആയിരിക്കും. ഇനി 1005 എന്ന് പറയുമ്പോൾ നമ്മൾ അതേപോലെ 1005 എടുക്കുക. 8⁻0, 8⁻1, 8⁻2, 8⁻3. അപ്പോൾ നമ്മൾ 8⁻3 എന്ന് പറയുമ്പോൾ 8 × 8 × 8, അപ്പോൾ എത്രയാണ്? അത് 512 ആണ്. അപ്പോൾ 512 × 1, പിന്നെ ഇവിടെയൊക്കെ 0 ആണല്ലോ. പിന്നെ 8⁻1 0 എന്ന് പറയുമ്പോൾ 1 ആണ്. 1 × 5, അപ്പോൾ 512 പ്ലസ് 5 നമുക്ക് എത്രയാണ്? 517 വന്നു. അപ്പോൾ 1005 എന്നുള്ളത് ഒക്ടലുള്ളത് നമ്മൾ ഡെസിമലിലേക്ക് മാറുമ്പോൾ 517 ആയി. അതുപോലെ നമ്മൾ ഹെക്സാഡെസിമൽ ടു ഡെസിമൽ പറയുമ്പോൾ അതേ രീതിയാണ് പൊസിഷണൽ വാല്യൂസ് കൊടുക്കുന്നത്. നമ്മൾ AB എന്നുള്ള നമ്പർ നമ്മൾ ഹെക്സാഡെസിമലുള്ളത് ഡെസിമലിലേക്ക് മാറ്റുമ്പോൾ AB അതിന് മുകളിൽ നമ്മൾ 16⁻0, 16⁻1 നമ്മൾ കൊടുക്കാം.
16⁻1 എന്ന് പറയുമ്പോൾ 16, 16⁻0 എന്ന് പറയുമ്പോൾ 1 ആണ്. അപ്പോൾ നമ്മൾ 16 ഇൻറ്റു എ എന്ന് പറയുമ്പോൾ 10 ബി എന്ന് പറഞ്ഞാൽ 11 അപ്പോൾ 16 ഇൻറ്റു 10 160, പിന്നെ 1 ഇൻറ്റു 11 11 തന്നെ. അപ്പോൾ 160 പ്ലസ് 11 171. അതുപോലെ 2d5, നമ്മൾ 2d5 എന്ന് കൊടുക്കുമ്പോൾ അതിന് പൊസിഷൻ വാല്യൂസ് കൊടുക്കുക. 16⁻0, 16⁻1, 16⁻2. 16⁻2 എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ 256 256 ഇൻറ്റു 2 512 വരും. 16 ഇൻറ്റു 13 എന്ന് പറയുമ്പോൾ 208 വരും. ഇത് 16⁻0 എന്ന് പറയുമ്പോൾ എത്രയാണ്? 1 1 ഇൻറ്റു 5 5 തന്നെ. അപ്പോൾ 512 പ്ലസ് 208, അപ്പോൾ നമുക്ക് 720 ആവും. പ്ലസ് 5 725. അപ്പോൾ നമ്മളിവിടെ ഡെസിമലിൽ നിന്ന് എല്ലാ നമ്പർ സിസ്റ്റത്തിലേക്കും എല്ലാ നമ്പറിൽ നിന്നും ഡെസിമലിലേക്കും കൺവേർട്ട് ചെയ്യാൻ പഠിച്ചു. ഇനി നമുക്ക് ബാക്കി വരുന്നത് കുറച്ച് നമ്പർ കൺവേർഷൻസ് മാത്രമാണ്. ഒക്ടൽ ടു ബൈനറി, ഒക്ടൽ ടു ഹെക്സാഡെസിമലും, ഇതിൽ നിന്ന് തിരിച്ചു ബൈനറി ടു ഒക്ടലും ബൈനറി ടു ഹെക്സാഡെസിമലും അങ്ങനെയുള്ള കൺവേർഷൻസ് മാത്രമേ ബാക്കിയുള്ളൂ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.